ബൂം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ എയറോക്സ് ആയിട്ട് ഒരു ലോങ് റൈഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലോങ് റൈഡിൻ്റെ ഒരു റിവ്യൂ ആണ് ഗൈസ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ബൈക്ക് എങ്ങനെയാണ്, ഈ ഒരു സ്കൂട്ടർ എങ്ങനെയാണ്, ഈ ഒരു സ്കൂട്ടറിൻ്റെ പെർഫോമൻസ്, കംഫർട്ട്, മൈലേജും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഗൈസ്, വീഡിയോയിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതുകൊണ്ട് നമ്മളോട് മോട്ടോർ സൈക്കിൾ റിവ്യൂസും മോട്ടോ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ചാനൽ എടുത്ത് നോക്കിയ ശേഷം ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ അടുത്തടുത്ത വീഡിയോസും കാണുക. അപ്പോൾ എന്തായാലും ഈ ഒരു എയറോക്സ് ആയിട്ട് നമ്മൾ ലോങ് റൈഡ് പോയെന്ന് പറയുമ്പോഴത്തേനും അത്യാവശ്യം നല്ല അടിപൊളി ട്രിപ്പായിരുന്നു. കൊടൈക്കനാലാണ് പോയത്. ഏകദേശം 893 കിലോമീറ്റർ നമ്മൾ ഈ ഒരു ആ ഒരു റൈഡിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് കൊടൈക്കനാൽ എത്തി അവിടെ നിന്ന് കറങ്ങിയിട്ട് ടോട്ടൽ നമ്മൾ വീട്ടിൽ വന്ന് എത്തണവരെ 893 കിലോമീറ്റർ ഞാൻ ഓടിച്ചു. അപ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെയാണ് ആ ട്രിപ്പ് പോയത്. നമ്മൾ ആ ഒരു ട്രാവൽ വ്ളോഗ് നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഒരു ലിങ്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കാം. കയറി ജസ്റ്റ് ഒന്ന് കാണുക ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു സ്കൂട്ടറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ലുക്കും കാര്യങ്ങളൊക്കെ മാരകമാണ്. കാരണം എവിടെ കൊണ്ട് വെച്ചാലും ആൾക്കാർ നോക്കുന്നുണ്ടായിരുന്നു, ആൾക്കാർ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു സ്കൂട്ടറിനെ പറ്റി. കാരണം എനിക്ക് ഫീൽ ചെയ്യുന്ന പറയുമ്പോൾ കൊടൈക്കനാലിൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് തോന്നുന്നത് അവിടെ ഉള്ളവരൊക്കെ ഈ ഒരു സ്കൂട്ടർ കാണുന്നത്. അപ്പം കുറേ പേരൊക്കെ ഇങ്ങനെ നോക്കി കുറേ നേരം നിൽപ്പുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സീറ്റ് വന്നിട്ട് നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം, ഫ്രണ്ടിലിരിക്കുന്ന ആൾക്ക് അത്യാവശ്യം നല്ല കംഫർട്ടാണ്. ബാക്കിലോട്ട് വരുമ്പോഴത്തേന് ഇതിങ്ങനെ ചെറുതാകുന്നതുകൊണ്ട് തന്നെ ബാക്കിൽ അത്യാവശ്യം നല്ല ബൂട്ടൊക്കെ ഉള്ള ഒരാളാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പെയിനും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ എനിക്ക് ആ ഒരു പെയിന് ബാക്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് അറിയാമോ, കാലെടുത്ത് നേരെ ഈ ഫ്രണ്ടിലോട്ട് വയ്ക്കും. ബാക്കിൽ ചവിട്ടുന്നതിന് ഒരെടുത്ത് ഫ്രണ്ടിലോട്ട് വയ്ക്കുമ്പോഴത്തേനും ആ ഒരു പെയിനും കാര്യങ്ങളൊക്കെ റിലീഫ് ഉണ്ടായിരുന്നു. അതല്ല നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് വേറെ ഒരു ഡിസ്കംഫർട്ടും ഇല്ല. എനിക്ക് വലുതായിട്ട് നടുവേദനയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വലിയ നടുവേദനയും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല. അപ്പം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ വണ്ടി ഓടിച്ചിട്ട് പറയാം. ഓക്കെ, കയറിയിരിക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീലാണ് ഗൈസ്. അപ്രൈറ്റ് ആയിട്ടുള്ള പൊസിഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കംഫർട്ടാണ് വണ്ടി ഓടിക്കാനായിട്ട്. സോ ഗൈസ്, നമുക്ക് ഫസ്റ്റ് ഈ ഒരു സ്കൂട്ടറിൻ്റെ ഒരു എൻജിൻ പെർഫോമൻസിൻ്റെ ഭാഗത്തോട്ട് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻജിൻ്റെ പെർഫോമൻസിൻ്റെ വേറെ ലെവൽ തന്നെയാണ് ഗൈസ്. നമുക്കിപ്പം ഒരു ഹൈവേ റൈഡിൽ നമുക്കൊരു പവർ ലാഗും കാര്യങ്ങളൊന്നും വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം, സാധാരണ സ്കൂട്ടർ കണക്കല്ല, ഇതൊരു 155cc സ്കൂട്ടറാണ്. അപ്പം പിന്നെ അത് മാത്രമല്ല ഒരു മാക്സി സ്കൂട്ടർ കൺസെപ്റ്റാണ്. അതായത് ഇതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ കൺസെപ്റ്റും വേറെയാണ്. അപ്പം ഈ ഒരു എയറോഡൈനാമിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഈ ഒരു എൻജിൻ വേണ്ടി നമ്മുടെ R15 ഇതാ പോകുന്ന R15ൻ്റെ സെയിം എൻജിനാണ് റീട്യൂൺ ചെയ്ത് ഈ ഒരു സ്കൂട്ടറിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്കൂട്ടറിനുണ്ട്. ഒരു 65 എബോവ് ഒക്കെ കയറുമ്പോഴത്തേനും നമ്മുടെ R15 കണക്കുള്ള VVA എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉണ്ട്, വാരിയബിൾ വാൽവ് ആക്ച്വേഷൻ. അത് ഓണാവും. അപ്പം ആ ഒരു 60 കഴിഞ്ഞിട്ട് ആ ഒരു സാധനം ഓൺ ആക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമ്മളെ കൊല്ലാൻ വേണ്ടി പറഞ്ഞു. ഈ റോഡിൽ പറ്റത്തില്ല, കുറച്ചുകൂടെ ഫ്രണ്ടിൽ പോയിട്ട് കാണിച്ചു തരാം. അപ്പം VVA എന്ന് പറയുന്ന ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ എന്താണെന്ന് പറയാനുള്ള വണ്ടി ഓട്ടിക്കാനായിട്ട് ഒരു കംഫർട്ടാണ്. അതായത് ഒരു 70 എബോവ് കയറുമ്പോഴത്തേനും നമുക്ക് ഒരു പവർ ലാഗും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു സ്കൂട്ടറിൻ്റെ ഒരു ബെസ്റ്റ് ക്രൂസിങ് സ്പീഡ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 85 to 95 നമുക്ക് നല്ല സുഖമായിട്ട് ക്രൂസ് ചെയ്യാം. ഒരു 100 വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഹൈവേയിൽ ക്രൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു 115 ഞാൻ ഇതിൽ കയറ്റിയെന്ന് പറയുമ്പോൾ 111 വരെ ഇത് ഹൈവേയിൽ ടോപ്പ് എൻഡ് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കംഫർട്ടബിളായിട്ട് ഫീൽ ചെയ്യുന്ന പറയുമ്പോഴത്തേനും ഒരു 100ന് താഴെ ഒരു 90 to 100 നമുക്ക് സുഖമായിട്ട് ഈ ഒരു സ്കൂട്ടർ ക്രൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 105 മേളിലോട്ട് കയറാനായിട്ട് ഭയങ്കര സ്ലോ ആയിട്ടാണ് കയറുന്നത്. അത് മാത്രമേ ഉള്ളൂ. ഒരു 105 മേളിലോട്ട് കയറാനായിട്ട് ഭയങ്കരമായിട്ട് പ്രശ്നമാണ്. അതൊരു സ്കൂട്ടറല്ല, അത്രയും നമ്മൾ റവ് ചെയ്ത് കയറ്റണതൊക്കെ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ എൻജിനും നല്ലതല്ല. ഒരു 90 to 100 ആണ് ഇതിൻ്റെ ഒരു ക്രൂസിങ് സ്പീഡ്. പിന്നെ നമുക്ക് ഹൈവേയിൽ ടൂർ ചെയ്യുമ്പോഴത്തേനും ഈ ഒരു വിൻഡ് ബ്ലാസ്റ്റിൻ്റെ ഇഷ്യൂ വരും. അതായത് നല്ലപോലെ വിൻഡ് ചെസ്റ്റിൽ അടിക്കുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു വലിയൊരു വിൻഡ് വൈസറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് നമുക്ക് ആ ഒരു വിൻഡ് ബ്ലാസ്റ്റിൽ നിന്ന് ഒഴിവാക്കി കിട്ടും. പിന്നെ ക്രോസ് വിൻസിൻ്റെ ഭാഗത്തോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ക്രോസ് വിൻസ് വരും. നമ്മൾ ഹൈവേയിൽ റൈഡ് ചെയ്യുമ്പോഴത്തേനും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ക്രോസ് വിൻസ് ആണ്. അപ്പം ക്രോസ് വിൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നമ്മൾ രാത്രിയാണ് തിരിച്ചു വന്നത് കൊടൈക്കനാൽ ട്രിപ്പിൽ നിന്ന്. അപ്പോൾ
ആ ഒരു കൊടൈ ട്രിപ്പ് നമ്മൾ തിരിച്ച് വന്നപ്പോഴത്തേനും രാത്രി ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നമ്മളെ ക്രോസ് വിൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഏകദേശം ഒരു 2-3 കിലോമീറ്റർ ആ ഒരു നാഗർകോവിൽ സൈഡൊക്കെ കയറിയപ്പോഴത്തേനും നല്ല ക്രോസ് വിൻസ് കിട്ടി. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പോലും ഈ ഒരു സ്കൂട്ടർ ആയതുകൊണ്ട് നമുക്ക് വളരെ എന്താ പറയുക വലിയ ബുദ്ധിമുട്ടൊന്നും വന്നില്ല. കൺട്രോൾ ചെയ്ത് സ്പീഡ് കുറച്ചൊരു 40 സ്പീഡിലൊക്കെ നല്ല കൺട്രോൾഡ് ആയിട്ട് തന്നെ ഈ ഒരു സ്കൂട്ടറിൽ വരാൻ പറ്റി. നല്ല പോലെ ക്രോസ് വിൻസ് ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യം ഒന്ന് ഗ്രാജുവലി കൂടി പിന്നെ ഭയങ്കര പീക്കിലോട്ട് പോയി ആ ഒരു ക്രോസ് വിൻസ്. അപ്പം അവിടെയും നമുക്ക് ആ ഒരു ഈ ഒരു സ്കൂട്ടർ ആയതുകൊണ്ട് കുറച്ചുകൂടെ നല്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റി. കാരണം എയറോഡൈനാമിക്കുള്ള ഡിസൈനാണ് നമുക്ക്. പിന്നെ ഓൾറെഡി ഈ ഒരു സ്കൂട്ടറിന് നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ ആ ഒരു വെയിറ്റ് ഉള്ളതുകൊണ്ട് തന്നെ അത് നമുക്ക് ആ ഒരു സാഹചര്യത്തിൽ ബെനിഫിറ്റ് ആയിട്ട് വന്നു. സ്റ്റേബിളായിട്ട് നിന്നു. ആ ഒരു അല്ലെന്നുണ്ട് വേറെ സ്കൂട്ടറൊക്കെ ആണെങ്കിൽ നമ്മളെ കയ്യിൽ നിൽക്കത്തില്ല. കാരണം വണ്ടി ഒരു സൈഡിലോട്ട് അടിച്ചെടുത്തുകൊണ്ട് പോകും. വെയിറ്റും കൂടെ കുറവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓട്ടിക്കാൻ പറ്റില്ല ക്രോസ് വിൻസിൽ. അപ്പം ആ ഒരു അവസ്ഥയിലോട്ട് വരാതെ അത്യാവശ്യം കൺട്രോൾഡായിട്ട് പോയി ആ ഒരു ക്രോസ് വിൻ ടൈമിൽ. പിന്നെ പറയാനുള്ളത് ഞാൻ ആദ്യം പറഞ്ഞു തോന്നുന്നു സസ്പെൻഷൻ പെർഫോമൻസ് വേറെ ലെവലാണ് ഗൈസ്. നമ്മളൊരു റൈഡൊക്കെ പോകുമ്പോഴത്തേന് ചില റോഡെത്തുമ്പോഴത്തേന് അറിയാമല്ലോ, ഒരു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഗട്ടേഴ്സൊക്കെ വരും. ആ ഒരു സാഹചര്യത്തിലൊക്കെ ഈ ഒരു സസ്പെൻഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ബെനിഫിറ്റായി. അധികം വലിയൊരു ഇമ്പാക്റ്റ് നമുക്ക് ഗട്ടറിലോട്ടൊക്കെ കയറുമ്പോഴത്തേനും ഹാൻഡിൽ ബാറിലൊന്നും കിട്ടത്തില്ല. നമുക്ക് കൺട്രോൾഡ് ആണ്. നമുക്ക് നല്ല സസ്പെൻഷനാണ് ഇതിൽ വരുന്നത്. ബാക്കിൽ വന്നിട്ട് ട്വിൻ ഷോക്ക് അബ്സർവറായിട്ടുള്ള സസ്പെൻഷനാണ്. ഫ്രണ്ടിൽ നമുക്ക് ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ ഭാഗത്തോട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല ബ്രേക്കിംഗ് ബൈറ്റൊക്കെ ഉണ്ട്. ഫ്രണ്ടിൽ ABS ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു ബ്രേക്കിംഗ് ബൈറ്റും കാര്യങ്ങളൊക്കെയും ഈ ഒരു സ്കൂട്ടറിന് കിട്ടുന്നുണ്ട്. പിന്നെ മെയിൻലി പറയാനായിട്ടുള്ള അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് ഈ ഒരു സ്കൂട്ടറിൻ്റെ മൈലേജാണ്. അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് മൈലേജ് കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ഒരു നമ്മൾ ടോട്ടൽ ട്രിപ്പ് പറയാം. ടോട്ടൽ 893 കിലോമീറ്ററാണ് നമ്മൾ ഈ ഒരു സ്കൂട്ടറിൽ ടോട്ടൽ ഇവിടെ നിന്ന് എടുത്ത് കൊടൈക്കനാലിൽ പോയി കറങ്ങി തിരിച്ച് വീട്ടിൽ എത്താൻ വേണ്ടി എടുത്തത് 893 കിലോമീറ്ററാണ്. ആ 893 കിലോമീറ്റർ നമ്മൾ കവർ ചെയ്യാനായിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2500 രൂപയ്ക്ക് താഴെ, ഏകദേശം ഒരു 2200 പെട്രോളൊക്കെ നമുക്ക് ചിലവായുള്ളൂ. നമ്മൾ 2500 രൂപയ്ക്ക് അടിച്ചു, പക്ഷേ 200 രൂപയ്ക്കൊക്കെ നമുക്ക് ചിലവായിട്ടുള്ളൂ. കാരണം 2500 രൂപയ്ക്ക് അടിച്ചിട്ട് തിരിച്ച് വീട്ടിയതിനു ശേഷം ഹാഫ് ടാങ്ക് പെട്രോൾ ഉണ്ടായിരുന്നു. അപ്പോൾ 2250 രൂപയുള്ളൊരു പെട്രോളേ നമുക്ക് ആയിട്ടുള്ളൂ. അപ്പം അത് എങ്ങനെയാണ് കാൽക്കുലേഷൻ ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ ഒരു മൈലേജ് ടെസ്റ്റിംഗ് വീഡിയോ ഞാൻ എന്തായാലും ഓൾറെഡി നമ്മൾ ഉടനെ തന്നെ വീഡിയോയിൽ ചെയ്തിടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ മൈലേജ് ടെസ്റ്റിംഗ് വീഡിയോയിൽ ഞാൻ ഒരു കാര്യമൊക്കെ മെൻഷൻ ചെയ്യാം. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ VVA ടെക്നോളജി ഓപ്പൺ ആവുന്ന കാണിച്ചു തരാം ഗൈസ്. VVA ഓപ്പണായി 70ലാണ് VVA ഓപ്പൺ ആവുന്നത്. തൊണ്ണൂറെന്നൊക്കെ നിസ്സാരമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് സ്ലോ ആക്കാം. ഗൈസ് ഇതിൽ നല്ലൊരു ത്രോട്ടിൽ റെസ്പോൺസ് ഈ ഒരു സ്കൂട്ടറിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഞാൻ പറഞ്ഞാണ് ഇങ്ങനെ പവർ ലാഗ് ഫീൽ ചെയ്യത്തില്ല. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടില്ല, ഞാൻ ആക്സിലേറ്റർ കൊടുത്തിട്ടില്ല, പക്ഷേ വണ്ടി ചെറുതായിട്ടൊന്ന് കൊടുക്കുമ്പോൾ തന്നെ ഇനിഷ്യലി ഒരു 50-60 പെട്ടെന്ന് കയറും. അത് ഞാൻ പറഞ്ഞ കണക്ക് നമ്മുടെ R15 എഞ്ചിൻ റീട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടായിരിക്കാം നല്ലൊരു റെസ്പോൺസും കാര്യങ്ങളൊക്കെ സ്കൂട്ടർ തരുന്നുണ്ട്. പിന്നെ കംഫർട്ടിൻ്റെ ഭാഗത്തോട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഗൈസ് അപ്രൈറ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല കംഫർട്ടബിളാണ്. പിന്നെ റൈഡിങ് സീറ്റ് വന്നിട്ട് അത്യാവശ്യം നല്ല വൈഡായിട്ടുള്ള സീറ്റാണ്. അതുകൊണ്ട് തന്നെ ബാക്ക് പെയിനും കാര്യങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. ഇപ്പോൾ ഇത്രയും 893 കിലോമീറ്റർ ഓടിച്ചിട്ടും റൈഡിങ്ങിൻ്റെ ഇടയിൽ എനിക്ക് ബാക്ക് പെയിനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ലായിരുന്നു. അത് ഈ ഒരു സീറ്റിങ്ങിൻ്റെയൊക്കെ കംഫർട്ട് തന്നെയാണ്. അത് വേറെ ലെവൽ തന്നെയാണ് ഗൈസ്. പിന്നെ നിങ്ങൾ ഈ ഒരു സ്കൂട്ടർ ഒരു ലോങ് റൈഡ് പർപ്പസൊക്കെ ഉള്ള ഒരാളാണ്, നിങ്ങൾക്ക് അല്ലാതെ ഓഫീസ് യൂസിനും ബെസ്റ്റാണ് കേട്ടോ. ഓഫീസ് യൂസിനായിരുന്നാലും നിങ്ങൾക്ക് ഈ ഒരു സ്കൂട്ടർ എടുക്കാം. നല്ലൊരു റൈഡാണ്. വിട്ടുപോയൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേന് ഈ ഒരു സ്കൂട്ടറിൻ്റെ ഒരു റിഫൈൻമെൻറ്റിനെ പറ്റി പറയണം. അപ്പോൾ റിഫൈൻമെൻറ്റ് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഗൈസ്. കാരണം ഈ ഒരു സ്കൂട്ടർ നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു റിഫൈൻമെൻറ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി, നമുക്ക് ആ ഒരു എഞ്ചിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടും. അത് നല്ലൊരു രസമാണ് ഗൈസ് ഈ ഒരു സ്കൂട്ടർ നമ്മൾ ത്രോട്ടിൽ കൊടുത്ത് എടുക്കാനായിട്ട്. അപ്പം അത് ഈ ഒരു സ്കൂട്ടറിൻ്റെ ഒരു ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ആ ഒരു ടോട്ടൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ് കറക്റ്റ് കിട്ടുന്നുണ്ട്. അപ്പം ആരൊക്കെ ഈ ഒരു സ്കൂട്ടറിലോട്ട് നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്കൊരു ലോങ് റൈഡ് പർപ്പസ് ഒക്കെ ഉണ്ട്, ഒരു സ്കൂട്ടർ കൺസെപ്റ്റാണ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗോ ഫോർ ഇറ്റ് ഗൈസ്. ഇത് വേറെ ലെവൽ സ്കൂട്ടർ തന്നെയാണ്. നിങ്ങളിപ്പോൾ ഒരു IT ഗൈ ഒക്കെ ആണ്, നിങ്ങൾക്ക് ഡേ ടു ഡേ റൈഡും പിന്നെ വീക്കെൻഡ്സിൽ മാത്രമാണ് ഇങ്ങനെ ഒരു ലോങ് റൈഡൊക്കെ ഒരു 50 to 100 കിലോമീറ്റർ റൈഡൊക്കെ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്കൊരു പെർഫെക്റ്റ് ചോയ്സ് ആയിരിക്കും. കാരണം
നല്ല കംഫർട്ടാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഈ ഒരു സ്കൂട്ടറിൻ്റെ ഒരു റോഡ് പ്രസൻസ് എന്ന് പറയുമ്പോൾ വേറെ ലെവൽ തന്നെയാണ്. നമുക്കൊരു ബൈക്കിന് കിട്ടുന്നതിന് അപ്പുറം ഒരു റോഡ് പ്രസൻസ് ഈ ഒരു സ്കൂട്ടറിന് നമുക്ക് റോഡിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കൊടൈക്കനാലിൽ ആ റൈഡ് പോയപ്പോഴാണെങ്കിലും അവിടുത്തെ ലോക്കൽസ് ആയിരുന്നാലും അവിടെ ടൂറിസ്റ്റുകളൊക്കെ ആയിരുന്നാലും ഭയങ്കരമായിട്ട് നോക്കുന്നുണ്ട് വണ്ടിയിൽ. പിന്നെ ഞാൻ ഒരു സ്പോട്ടിൽ നമ്മൾ വണ്ടി കൊണ്ട് വെച്ചപ്പോഴേ അവിടുത്തെ ലോക്കൽസ് രണ്ടുപേരും ഈ ഒരു വണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. സംഭവം അവർക്ക് ഇത് ഏത് മോഡലാണെന്നോ ഇങ്ങനെ ഒരു സ്കൂട്ടർ ഉണ്ടെന്നോ പോലും അറിഞ്ഞൂടാ. അവർ നോക്കുമ്പോഴത്തേനും പുതിയൊരു സ്കൂട്ടർ എന്നുള്ള രീതിയിൽ അവർ അന്തം വിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവരിങ്ങനെ അവരെ നോട്ടത്തിൽ തന്നെ ഉണ്ട് അവർക്ക് വണ്ടി ഇഷ്ടപ്പെട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നതാണെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ കുറേ പേര് നമ്മളടുത്ത് ചോദിക്കും ഇങ്ങനെ വണ്ടി എങ്ങനെയുണ്ട്, പെർഫോമൻസ് എങ്ങനെയുണ്ട്, നല്ല വണ്ടിയാണോ, മൈലേജ് ഉണ്ടോ. അപ്പം അത്യാവശ്യം മൈലേജൊക്കെ ഉണ്ട്, നല്ല റോഡ് പ്രസൻസ് ഉണ്ട്. അത് വൺ ഓഫ് ദി ബെസ്റ്റ് കാര്യമാണ്. അതിൻ്റെ ഒരു ഡിസൈൻ കൺസെപ്റ്റൊക്കെ വന്നിട്ട് നമുക്കൊരു നമ്മുടെ R3യുടെയൊക്കെ ഒരു ഐ ഡിസൈനാണ് ഈ ഒരു സ്കൂട്ടറിൻ്റെ ഫ്രണ്ട് ഐയിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ബാക്കിലായിരുന്നാലും ടെയിൽ ലൈറ്റ് സെക്ഷനായിരുന്നാലും നല്ല അടിപൊളിയായിട്ട് തന്നെ അവർ ആ ഒരു ടെയിൽ ലൈറ്റും ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. അപ്പം ടെയിൽ ലൈറ്റ് നല്ല അടിപൊളിയായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പം ഞാൻ മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് ഈ ഒരു സ്കൂട്ടർ എന്ന് പറയുമ്പോഴത്തേന് എനിക്കിപ്പോൾ തോന്നുന്നു ഇന്ത്യയിലുള്ളതിൽ വെച്ചിട്ട് നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സ്കൂട്ടർ കൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ എയറോക്സ് 155. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, എനിക്ക് കുറച്ച് പണിയൊക്കെ ഈ ഒരു സ്കൂട്ടറിൻ്റെ വണ്ടിയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വയറിംഗ് കിറ്റിനൊക്കെ കുറച്ച് പണിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ പണി വഴിയിൽ വെച്ച് കിട്ടി വണ്ടി ഓഫ് ആവും എങ്കിൽ അതനുസരിച്ച് ഡീൽ ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു മൈൻഡിലാണ് നമ്മൾ പോയത്. പക്ഷേ അങ്ങനെ ഒരു പണിയും കിട്ടിയിട്ടില്ല ഗൈസ്. പൊളിയായിരുന്നു, റൈഡൊക്കെ നൈസായിരുന്നു. നമുക്ക് എന്താ പറയാനല്ലോ ഒരു വണ്ടിയുടെ ഭാഗത്തുനിന്ന് ഒരു ഇഷ്യൂസും ഇല്ല. സംഭവം ഈ ഒരു സ്കൂട്ടർ എടുക്കുമ്പോൾ ഏറ്റവും മെയിനായിട്ട് വരുന്നതെന്ന് പറയുമ്പോൾ ഇത് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തിട്ടുള്ളൊരു ഡിസൈൻ ആയതുകൊണ്ട് തന്നെ യമഹയുടെ ടെക്നീഷ്യൻസിന് ഈ ഒരു സ്കൂട്ടറിൽ വരുന്ന പണികളെ പറ്റി വലിയൊരു ഐഡിയ ഇല്ല. അതാണ് എനിക്ക് മനസ്സിലായ ഒരു കാര്യം. ടെക്നീഷ്യൻസ് പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഈ ഒരു സ്കൂട്ടറിൽ വരാൻ സാധ്യതയുള്ള ഇഷ്യൂസും എല്ലാം ടെക്നീഷ്യൻസ് പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇതേപോലെ എന്നെ കുറേ പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അവർ പറയുന്ന മെയിൻ പ്രശ്നം ഇതാണ്, ടെക്നീഷ്യൻസിന് ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു മെയിൻലി പറയുന്നത് സർവീസിങ്ങിൽ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു സ്കൂട്ടർ എന്ന് പറയുമ്പം വേറെ ലെവൽ തന്നെയാണ്. വേറെ ലെവൽ പെർഫോമൻസ് ആയിരുന്നാലും ഈ ഒരു സ്കൂട്ടറിൻ്റെ എല്ലാ കാര്യങ്ങളും, അതായത് നമ്മുടെ റൈഡിങ് എക്സ്പീരിയൻസ് തൊട്ട് ഈ ഒരു സ്കൂട്ടറിൻ്റെ ലുക്ക് തൊട്ട് എല്ലാം വേറെ ലെവൽ തന്നെയാണ്. പിന്നെ പൊക്കം ഉള്ളവർക്ക് വന്നിട്ട് വരാൻ സാധ്യതയുള്ളൊരു ബുദ്ധിമുട്ടും കൂടെ ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ കാര്യം, നമ്മുടെ കാലിവിടെ ഇടിക്കും. ബാക്കിലും കൂടെ ആളിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു പ്രഷറും കൂടെ കാരണം നമ്മുടെ കാലിവിടെ നല്ലൊരു ഇടിക്കും. പിന്നെ ഈ താഴെ ഭാഗത്ത് വരുമ്പോഴത്തേനൊരു കംഫർട്ട് കുറവുണ്ട് പൊക്കമുള്ളവർക്ക്. അപ്പം ആ ഒരു പ്രശ്നം ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ പൊക്കം കുറവുള്ളവർക്ക് വരേണ്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ഉള്ളപ്പോൾ അപ്പം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഐഡിയലിങ്ങിൽ വെച്ചിട്ട് ബാക്കിലോട്ടും ഫ്രണ്ടിലോട്ടൊക്കെ എടുക്കുമ്പോൾ ബാക്കിലൊരു പില്ലിയനും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി ചെറുതായിട്ടൊന്ന് ചരിഞ്ഞാൽ തന്നെ വണ്ടി കയ്യിൽ നിന്ന് ബാലൻസ് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതല്ലാതെ റണ്ണിങ്ങിൽ വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. പക്ഷേ വെയിറ്റ് ഉണ്ട്, അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് വണ്ടി. അപ്പം അത് പൊക്കം കുറവായിട്ടുള്ളവർക്ക് ഒരു വിഷയമായിട്ട് വരും. അതല്ലാതെ ഈ ഒരു സ്കൂട്ടർ വന്നിട്ട് ഗൈസ് വേറെ ലെവൽ തന്നെയാണ്. പെർഫോമൻസിൻ്റെ ഭാഗത്തായിരുന്നാലും എല്ലാത്തിലും വേറെ ലെവൽ തന്നെയാണ്. അപ്പം ഗൈസ് ഈ ഒരു ടൂറിംഗ് വീഡിയോ നിങ്ങൾക്ക് ടൂറിംഗ് റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഏകദേശം 893 കിലോമീറ്റർ ഓടിച്ചിട്ടുള്ള റിവ്യൂ ആണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിൽ എനിക്ക് ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഷെയർ ചെയ്യേണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അടുത്തൊരു വീഡിയോ കാണാം. അടുത്തൊരു വീഡിയോ കാണുന്നത്. സ്റ്റേ സേഫ്, റൈഡ് സേഫ് ആൻഡ്